കൗരവസഭയിൽ കൃഷ്ണന്റെ സംസാരം തുടരുകയാണ്. ശത്രുക്കളുമായി ഏറ്റുമുട്ടുന്നതുവരെ നമ്മുടെ ശക്തി വലുതാണെന്നും ശത്രുക്കളെയെല്ലാം ജയിക്കാമെന്നും നമുക്ക് തോന്നും. എന്നാൽ യുദ്ധക്കളത്തിലെത്തിയാൽ പിന്നെ എന്തൊക്കെ സംഭവിക്കുമെന്ന് ആർക്കും പ്രവചിക്കുവാൻ സാധ്യമല്ല. രണ്ടു പക്ഷത്തും കനത്ത നാശം ഉണ്ടാകും. ഇവിടെ ശത്രുക്കളോടല്ല, ബന്ധുക്കളോടാണ് യുദ്ധം ചെയ്യുവാൻ പോകുന്നത്. പ്രജകളുടെ ക്ഷേമം ആലോചിച്ചെങ്കിലും അങ്ങ് ധർമ്മത്തിൽ ഉറച്ചു നിൽക്കണം. പിതാവ് മരിച്ച് നിരാലംബരായി തീർന്ന പാണ്ഡവരെ ചെറുപ്പം മുതലേ അങ്ങാണല്ലോ സംരക്ഷിച്ചു പോരുന്നത്. സ്വന്തം പുത്രന്മാരെ പോലെ തന്നെ അവരെ ഇപ്പോഴും സംരക്ഷിക്കേണ്ട കടമ അങ്ങേക്ക് തന്നെയല്ലേ? വനവാസം കഴിഞ്ഞു വരുമ്പോൾ അവരുടെ രാജ്യം അവർക്ക് മടക്കി നൽകാമെന്നാണ് പറഞ്ഞിരുന്നത്. അർഹതപ്പെട്ട രാജ്യം അവർക്ക് മടക്കി ലഭിക്കും എന്നു തന്നെയാണ് അവർ കരുതുന്നത്. രണ്ടു കൂട്ടരെയും ശാസിക്കുവാൻ അങ്ങേക്ക് അധികാരമുണ്ട്. ആ നിലയ്ക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് സദസ്സിലുള്ള ധർമ്മജ്ഞന്മാരായ രാജാക്കന്മാർ പറയട്ടെ. സത്യവും ധർമ്മവും അനുസരിച്ച് രാജ്യക്ഷേമത്തിനു വേണ്ടി യുദ്ധം ഇല്ലാതെയാക്കുവാനുള്ള ഉദ്ദേശത്തെ അങ്ങ് അനുസരിക്കണം.